ഹിബോൺ ചാക്കോ എഴുതിയ അഫെയർ എന്ന കഥ. അഫെയർ റിട്ടൺ ബൈ ഹിബോൺ ചാക്കോ, കോപ്പിറൈറ്റ് പ്രൊട്ടക്റ്റഡ്. അഫെയർ ഇറോട്ടിക് ത്രില്ലർ പാർട്ട് 9. ലിഫ്റ്റ് അടഞ്ഞ് ചലിച്ചു തുടങ്ങിയതും പെടുന്നനെ സുഹൃത്തിനെ ഒരിക്കൽ കൂടി തൻ്റെ കൃഷ്ണമണികൾ കൊണ്ട് നോക്കിയ ശേഷം യുവാവ് മുന്നോട്ട് ചെന്ന് ഹണിയുടെ ഇടുപ്പിൽ ഇരുകൈകളും പിടിച്ച് അവളുടെ മുൻകഴുത്തിൽ അമർത്തി ചുംബിച്ചു. അവളൊന്ന് മുഖം വക്രമാക്കി കുതറുവാൻ ശ്രമിച്ച് നിന്നുപോയി. ഇത് കണ്ട് ഒന്ന് ഞെട്ടിയ ശേഷം സുഹൃത്ത് ഒരു നിമിഷം കൊണ്ട് ഹണിയെയും പിന്നെ യുവാവിനെയും നോക്കി. തുടർന്നുകൊണ്ടിരുന്ന യുവാവിൻ്റെ ലിംഗഭാഗത്ത് വലത് കൈകൊണ്ട് പിടിച്ച ശേഷം പതുക്കെ തടവി തുടങ്ങി. നിമിഷങ്ങൾക്കകം യുവാവിൻ്റെ ശൗര്യം ഹണിയോടുള്ളത് കുറഞ്ഞു വന്നു. അയാൾ തൻ്റെ പ്രവർത്തനം അവസാനിപ്പിച്ച് സുഹൃത്തിനെ നോക്കി. അവൾ തിരികെയും തൻ്റെ പ്രവർത്തനം അതേപടി തുടർന്നുകൊണ്ട്. ഹണി തൻ്റെ ശ്വാസഗതി നിയന്ത്രിച്ചുകൊണ്ട് സ്വതന്ത്രയായി കണ്ണുകൾ കൊണ്ട് ഇരുവരെയും മാറി മാറി നോക്കി. സുഹൃത്ത് ആ വിടവിൽ യുവാവിനോട് കൂടുതൽ അടുത്തേക്ക് വന്ന് മുട്ടി നിന്നു. പഴയപടി തുടരവേ തന്നെ. ഇരുവരുടെയും മുഖങ്ങൾ പരസ്പരം എതിരെ നിന്നു തുടങ്ങിയ നിമിഷം തൻ്റെ വലതു കൈയെ പിൻവലിക്കാതെ തന്നെ സുഹൃത്ത് അയാളെ ചുംബിക്കുവാൻ ശ്രമം തുടങ്ങി. മുഖമൊന്ന് താഴ്ത്തിയ ശേഷം അത് മെല്ലെ ഉയർത്തി. ആ ചുംബനാഭ്യർത്ഥനയിൽ ചേർന്ന് തുടങ്ങി യുവാവ് മെല്ലെ. ഇതിനിടയിൽ പഴയപടി തുടരുകയാണ് സാക്ഷിയായി ഹണി. ഈ രംഗം അല്പസമയത്തിനകം ലിഫ്റ്റ് ബേസ്മെൻറ്റിലെത്തി തുറന്നു തുടങ്ങുമ്പോൾ വരെ സാവധാനം നീണ്ടു. സമാധാനപൂർണമായും. എൻ്റെ ഫ്ലാറ്റിലേക്ക് വന്ന് എനിക്കൊരു കുഞ്ഞിനെ തരണം നീ. ഹണി മാത്രമല്ല ഈ ലോകത്തിലുള്ളത്. ലിഫ്റ്റിൻ്റെ ഡോർ പൂർണ്ണമായും തുറന്നപ്പോഴേക്കും ചുംബനം മാത്രം അവസാനിപ്പിച്ച് കണ്ണുകളാൽ അവൻ്റെ കണ്ണുകളിലേക്കൊന്ന് നോക്കിയ ശേഷം സാവധാനം എന്നാൽ പതിഞ്ഞ സ്വരത്തിൽ സുഹൃത്ത് ഇങ്ങനെ പറഞ്ഞു. ഡോർ തുറന്നപ്പോഴേക്കും പുറത്തേക്കൊന്ന് ധൃതിയിൽ നോട്ടം പായിച്ച ഹണി ഈ വാചകങ്ങൾ കേട്ട് അമ്പരന്നപടി ആദ്യം തൻ്റെ സുഹൃത്തിനെയും പിന്നെ യുവാവിനെയും നോക്കി. ഇരുവരും അവരുടെ ലോകത്തിലെന്ന പോലെ ആയിരുന്നതിനാൽ തന്നെ അവൾക്കൊന്നും ചെയ്യുവാനുണ്ടായിരുന്നില്ല ഈ സാഹചര്യത്തിൽ. യുവാവ് കുറച്ച് നിമിഷങ്ങൾ മറുപടി രഹിതനായി സുഹൃത്തിൻ്റെ കണ്ണുകളിലേക്ക് തന്നെ നോക്കി അതേപടി നിന്നു. അല്പനിമിഷം കഴിഞ്ഞതോടെ അവൻ്റെ മുഖം താഴ്ന്നു താഴേക്ക്. സുഹൃത്തിൻ്റെ വലത് കൈ പഴയ ജോലി തുടരുകയായിരുന്നു സാവധാനം. ഹണി നീ പൊയ്ക്കോ, ഞാൻ വിളിച്ചോളാം. യുവാവിൻ്റെ മുഖം തൻ്റെ മുഖത്തിനു നേർക്ക് ഉയർന്നതോടെ തൻ്റെ മുഖം ഉൾപ്പെടെ ചലിപ്പിക്കാതെ ഹണിയോടായി സുഹൃത്ത് ഇങ്ങനെ പറഞ്ഞു. പുറത്തേക്ക് പലതവണ ധൃതി വിടാതെ നോക്കി തുടരുകയായിരുന്ന ഹണി ഇതു കേട്ട് ഒന്നുകൂടി അമ്പരന്നു നിന്നു പഴയപടി. നിന്നോട് പൊയ്ക്കൊള്ളാനാ ഞാൻ പറഞ്ഞത്, ഞാൻ വിളിച്ചോളാമെന്ന്. പഴയപടി തുടരവേ കൂടുതൽ കനത്തിൽ വീണ്ടും ആശയം ആവർത്തിച്ചു ഹണിയോടിങ്ങനെ സുഹൃത്ത്. ഒരല്പ നിമിഷങ്ങൾ കൂടി അമ്പരന്ന് തന്നെ അങ്ങനെ നിന്ന ശേഷം സുഹൃത്തിനെ ഒന്ന് നോക്കി ഹണി, പിന്നെ യുവാവിനെയും. താൻ ഗവനിക്കപ്പെടുന്നില്ലെന്ന പ്രതികരണം ലഭിച്ചതോടെ എന്ന വിധം ധൃതിയിൽ ഹണി യുവാവിന് പിന്നിലൂടെ ലിഫ്റ്റിന് പുറത്തേക്ക് വേഗത്തിൽ നടന്നിറങ്ങി. ചുറ്റുപാടും വേഗത്തിലും ധൃതി വിടാതെയും നോക്കിയ ശേഷം തൻ്റെ കാർ ലക്ഷ്യമാക്കിയെന്ന വിധം വേഗത്തിലോടി അവൾ. ഹാൻഡ് ബാഗ് തൻ്റെ ഇടതുവശത്തായി തന്നെ ഇരു കൈകളാലും കൂട്ടിപ്പിടിപ്പിച്ചുറപ്പിച്ച്. 9. സായാഹ്നം അവസാനിപ്പിച്ച് രാത്രിയുടെ നിറം പൂർണ്ണമായും കീഴടക്കി നിലകൊള്ളുന്നതിനിടയിൽ ഒരു അപ്പാർട്ട്മെൻറ്റ് നിലകൊള്ളുകയാണ്. അതിൻ്റെ ഏറ്റവും മുകളിലത്തെ നിലയിലെ ഒരു റൂമിൽ ലൈറ്റ് തെളിഞ്ഞു കിടക്കുന്നത് പ്രത്യേകം കാണാം. ആ നിരയിൽ മറ്റു റൂമുകൾ അന്ധകാരവും അധികം വെളിച്ചം പ്രകടിപ്പിക്കാത്തവയുമായിരുന്നു. ടെസി സ്വന്തം പേര് മന്ദഹാസം ചേർത്ത് പറഞ്ഞ ശേഷം അത് തുടർന്നു കിടക്കവേ ബെഡിൽ തൻ്റെ മുകളിലായി നടുവിന് മുകളിലേക്ക് മാത്രം ഉയർത്തി ഇരു കൈകളും കുത്തി നിലകൊള്ളുന്ന യുവാവിനോടായി സുഹൃത്ത് പറഞ്ഞു. സുഗന്ധം പരന്നു കിടക്കുന്ന ആ റൂമിൽ വെളുത്ത വെളിച്ചം തൂകി ലൈറ്റ് കത്തി നിലകൊള്ളുകയായിരുന്നു. ഇരുവരുടെയും ഷൂസുകൾ പരസ്പരം കലർന്ന് ബെഡിനടിയിലായി ഫ്ലോറിൽ അലസമായി തുടർന്നു തുടങ്ങുകയായിരുന്നു. യുവാവുടൻ തൻ്റെ കോട്ട് ഊരിയെറിഞ്ഞു. ശേഷം ടെസി അയാളുടെ ബെൽറ്റും ശേഷം പാൻറ്റിൻ്റെ ഹുക്കും അഴിച്ചു. അയാൾ ഉടൻ അവളുടെ നെറുകയിൽ ചുംബിച്ചുപോയി. കണ്ണുകളടച്ചത് സ്വീകരിച്ചുകൊണ്ട് അയാളുടെ പാൻറ്റ് അവൾ പരമാവധി താഴേക്ക് ഊർത്തി. അയാൾ പഴയപടി കിടക്കുന്ന അവളുടെ മുഖത്തു നിന്നും കണ്ണുകളെടുക്കാതെ തൻ്റെ പാൻറ്റ് മെല്ലെ ഊരി മാറ്റി ഫ്ലോറിലേക്ക് ഇട്ടു. അവളുടൻ അയാളുടെ ഷർട്ടിലും ടൈയിലും കൈകൾ വെച്ചു ഒരു വശ്യമായ മുഖഭാവത്തോടെ ഗൗരവം കലർത്തി. യുവാവിൻ്റെ കറുത്ത ബെൻസ് കാർ സാമാന്യം വലിപ്പമുള്ള അപ്പാർട്ട്മെൻറ്റിൻ്റെ പാർക്കിംഗ് ഏരിയയിലൊരിടത്ത് തൻ്റെ യജമാനനെ കാത്തുകിടക്കും വിധം സജ്ജമായ വിധം വിശ്രമിക്കുകയാണ്. ടെസിയുടെ വസ്ത്രങ്ങളാകെ ബെഡിൽ അവിടിവിടായി ചുരുങ്ങിയും നീണ്ടുമൊക്കെ കിടക്കുകയാണ്. പൂർണ്ണ നഗ്നയായി കിടക്കുന്ന അവളുടെ മടക്കി വെച്ചിരിക്കുന്ന ഇരുകാലുകൾക്കുമിടയിൽ
പൂർണ്ണനഗ്നനായത് മറന്നെന്ന വിധം തൻ്റെ മുഖം പൂഴ്ത്തി പ്രവർത്തനത്തിലാണ് യുവാവ്. അതിൻ്റെ നിർവൃതി തൻ്റെ മുഖത്തു മാത്രം കേന്ദ്രീകരിച്ചെന്ന വിധം മുഖമാകെ വെട്ടിക്കുകയാണ് തലങ്ങും വിലങ്ങും അവൾ. ഹണി മാത്രമല്ല, ഇവിടെ ടെസ്സിയുമുണ്ട്. തൻ്റെ ഇരുമാറിടങ്ങളും മാറി മാറി വായകൊണ്ട് യുവാവ് ഉപയോഗിക്കുന്നതിനിടയിൽ വളരെ നേർത്ത ശബ്ദത്തിൽ മലർന്നു കിടക്കവേ തന്നെ തല യുവാവിലേക്ക് കുനിച്ച് അവൾ പറഞ്ഞു, അവൾ കൂടെ നിൽക്കുന്നതല്ലേ, എന്തിനാ ഹസ്ബൻഡ് ഉള്ളപ്പോൾ അവളെ ഉപദ്രവിക്കുവാൻ ശ്രമിക്കുന്നത്? ടെസ്സിയുടെ ഈ സാവധാനമുള്ള വാചകത്തിന് മറുപടി എന്ന വിധം അല്പനിമിഷങ്ങളുടെ നിശബ്ദതയിട്ട ശേഷം യുവാവ് ശബ്ദം പുറപ്പെടുവിച്ചു, നേർപ്പിച്ച് സാവധാനം തന്നെ. അയാൾ കാണുവാനല്ല, അയാളെ തോൽപ്പിക്കുവാൻ. ഇതിനിടയിൽ യുവാവിൻ്റെ ലിംഗം തൻ്റെ വലതുകൈ കൊണ്ട് ഉത്തേജിപ്പിച്ച് കിടക്കുകയായിരുന്നു ടെസ്സി. യുവാവ് അവളുടെ നെഞ്ചിനു കുറുകെ ഇരിക്കുമ്പോൾ. അവൾക്ക് ഉപദ്രവമല്ലേ അങ്ങനെ ചെയ്യുന്നത്? ഹണി എന്തായാലും തന്നോടൊപ്പമില്ലേ, പിന്നെ എന്തിനാ? സമയം കൊടുത്തൂടെ? ഇങ്ങനെ മറ്റൊരു നിമിഷത്തിൽ ടെസ്സിയുടെ ശബ്ദം ഉയർന്നപ്പോൾ അവൾ അവൻ്റെ ലിംഗം തൻ്റെ വായയിലാക്കി ഉത്തേജിപ്പിച്ചു തുടങ്ങിയിരുന്നു. പഴയപടി തുടർന്നിരിക്കവേ. അവൾ എൻ്റെ സ്വന്തമായെന്നാണ് ഞാൻ വിചാരിച്ചത്. ഞാൻ ജയിച്ചെന്ന്. മറുപടി എന്ന വിധം ഇതിനിടയിൽ തന്നെ അവൻ്റെ ശബ്ദമുയർന്നു ഇങ്ങനെ. ശേഷമൊന്ന് നിന്ന ശേഷം തുടർന്നു വീണ്ടും. പക്ഷെ ഇപ്പോഴും അവൾ അവൻ്റെയാണ്. ആ തിരിച്ചറിവ് എന്നെ തോൽപ്പിച്ചു. തോൽക്കാൻ ഞാൻ തയ്യാറല്ല. ടെസ്സി ഒരു നാൽക്കാലിയെപ്പോലെ ഇരുകൈകളും മടക്കി മുഖം വലത്തേക്ക് തിരിച്ചു വെച്ച് ബെഡിലമർത്തി ഇരുകാലുകളും മുട്ടുമടക്കി വെച്ച് തുടർന്നപ്പോൾ പിന്നിലൂടെ തൻ്റെ ലിംഗം പ്രവേശിപ്പിക്കുവാൻ യുവാവ് മുട്ടുകൾ മടക്കി നിന്ന് ശ്രമം തുടങ്ങിയപ്പോൾ അവൾ ചോദിച്ചു, എനിക്ക് തന്നെ വേണം. അവളെ മാത്രമല്ല, എന്നെയും കീഴടക്കണം. മറുപടി രഹിതനായി യുവാവ് ലിംഗം പ്രവേശിപ്പിച്ച് പ്രയോഗിച്ചു തുടങ്ങുന്നു. പഴയപടിയുടെ തുടർച്ചയെന്ന വിധം. ആ പ്രവർത്തനത്തിൻ്റെ ആക്കം മൊത്തത്തിൽ ശരീരമാകെ എന്ന വിധം പ്രകടമാക്കി അനങ്ങിക്കൊണ്ട് ഇരു കണ്ണുകളും അടച്ചു തുടർന്നു അവൾ. മലർന്നു കിടക്കുന്ന ടെസ്സിയുടെ ഇരുമാറിടങ്ങളിലും പിടുത്തമിട്ടുകൊണ്ട് അവളുടെ യോനിയിൽ ലിംഗം പ്രവേശിപ്പിച്ച് വേഗത്തിൽ ഉപയോഗിക്കുകയാണ് അയാൾ. അവൾ അതിൻ്റെ ആഘാതം മറയ്ക്കും വിധമെന്ന പോലെ തൻ്റെ ചുണ്ടുകൾ പരസ്പരം മടക്കി അകത്തേക്കാക്കി തുടരുകയാണ്. രംഗത്തിൽ ശ്രദ്ധിക്കപ്പെടാത്ത വിധം വെളുത്ത വെളിച്ചം തൂകി ലൈറ്റ് അങ്ങനെ കത്തി നിലകൊള്ളുന്നുണ്ടായിരുന്നു. ടെസ്സി ചെറുതായൊന്ന് ചിരിച്ചു. എടി, കുറച്ചു കാര്യങ്ങളൊക്കെ ഇന്ന് എൻ്റെ ഫ്ലാറ്റിൽ നടന്നു. നിങ്ങൾ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള ബന്ധം കാണുന്നതിൻ്റെ അസൂയയാ കക്ഷിക്ക്. ഒരു കാര്യം ചെയ്യാം. പുള്ളിയുടെ ലീവ് കഴിയും വരെ ഞാൻ അഡ്ജസ്റ്റ് ചെയ്യാം. നോക്കാം. നിന്നെ രക്ഷിക്കാവുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. എന്തായാലും കാര്യം സക്സസ് ആണ്. അവൻ കയറി കൊളുത്തിയിട്ടുണ്ട്. ഹണി തൻ്റെ വാട്സാപ്പിൽ ഈ വാചകങ്ങൾ ടെസ്സി അയച്ച റെക്കോർഡായി കേൾക്കുന്ന പ്രതീതി നിലനിൽക്കുന്ന സമയം തൻ്റെ വസ്ത്രങ്ങൾ പഴയപടി ധരിച്ച് ഒരു പുതപ്പ് മാത്രം കൊണ്ട് തൻ്റെ നഗ്നത മറച്ചിരിക്കുന്ന ടെസ്സിയുടെ നിർദ്ദേശങ്ങൾക്കനുസൃതം ഫ്ലാറ്റിന് മുകളിലെ ടെറസിലേക്കുള്ള ചെറിയ ഡോറിലൂടെ പുറത്തേക്കിറങ്ങി അയാൾ. പുറത്തേക്കുള്ള വഴി ലക്ഷ്യമാക്കിയെന്ന വിധം ഇരുട്ടിലൂടെ നടന്നു മറഞ്ഞു. ഇരുട്ട് മാത്രം തനിക്ക് മുന്നിലായതോടെ ആ ഡോർ ക്ലോസ് ചെയ്ത് ഭദ്രമാക്കി ലാഘവത്തോടെ എന്ന വിധം അഴിഞ്ഞു കിടക്കുന്ന മുടിയിഴകളെ ഒതുക്കി മുന്നിലേക്ക് ഇടത്തെ തോളിലൂടെ ഇട്ട് റൂമിലേക്കിറങ്ങി. ഹാളിലൂടെ ടെസ്സി. അവളുടെ ഭർത്താവിൻ്റെ 2 മിസ്ഡ് കോളുകൾ റൂമിലെ അലസമായി കിടക്കുന്ന ബെഡിലെ ഒരിടത്ത് കിടക്കുന്ന മൊബൈലിൽ വന്ന് കിടക്കുകയായിരുന്നു. അധികം സമയമായില്ലെന്ന വിധത്തിൽ അവൾ റൂമിലേക്ക് കയറി ഡോർ തുറന്നു കിടക്കവേ ഡോറിന് പിന്തിരിഞ്ഞു നിന്ന് ബെഡിന് അഭിമുഖമായി നിൽക്കെ പുതച്ചിരുന്ന പുതപ്പ് മാറ്റി പൂർണ്ണ നഗ്നയായി നിന്നു. അത് ചുരുട്ടി ബെഡിലേക്ക് തന്നെ ഇട്ട് തൻ്റെ വസ്ത്രങ്ങളെ സാക്ഷിയാക്കി. 10. റൂമിലെ മിററിൻ്റെ മുന്നിൽ നിന്ന് വസ്ത്രങ്ങൾ വീണ്ടും ധരിച്ചു വന്നെന്ന വിധം തലമുടി അവിടെ വെച്ചിരുന്ന ചീപ്പെടുത്ത് ചീകിയൊതുക്കിയ ശേഷം തൻ്റെ ടൈ ഒരിക്കൽ കൂടി നേരെയാക്കുകയായിരുന്നു യുവാവ്. റൂമിലെ വെളുത്ത വെളിച്ചം അയാളുടെ കോട്ടിൻ്റെയും സ്യൂട്ടിൻ്റെയും നിറത്തെ അവഗണിക്കും വിധമായി കാണപ്പെട്ടു. അവിടേക്ക് ഇളം മഞ്ഞ നിറത്തിലുള്ള നേർത്തതെന്ന് തോന്നിക്കുന്ന നൈറ്റിയിലായി ടെസ്സി അറ്റാച്ച്ഡ് ബാത്റൂമിൽ നിന്ന് ഇറങ്ങി വന്നു, വസ്ത്രമൊക്കെയൊന്ന് ഒതുക്കിക്കൊണ്ട്. അവൾ അയാളോട് എന്തോ പറയുവാൻ തുനിഞ്ഞതും കോളിംഗ് ബെൽ മുഴങ്ങി. ശബ്ദം കേട്ട ഭാഗത്തേക്കൊന്ന് തലതിരിച്ച് ഞെട്ടിയ ശേഷം ഉടനടി സ്വന്തം പ്രവർത്തനങ്ങൾ കഴിഞ്ഞ് തന്നെ നോക്കിയ യുവാവിനോടായി അവൾ പറഞ്ഞു, അഫെയർ റിട്ടൺ ബൈ ഹിബോൺ ചാക്കോ, കോപ്പിറൈറ്റ് പ്രൊട്ടക്റ്റഡ്.